സിനിമാ മേഖലയിലെ ലഹരി ഇടപാടുകളിൽ വൻ സ്രാവുകൾക്ക് സംരക്ഷണം ഒരുക്കുന്നത് ഉന്നത കേന്ദ്രങ്ങൾ. ലഹരിയിൽ നിറഞ്ഞാടുന്ന ചില റേവ് പാർട്ടികൾക്കും പിന്നിലും മലയാള സിനിമയിലെ പ്രമുഖരുണ്ടെന്ന വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തുവന്നിരുന്നു. കൊച്ചിയിലടക്കം പോലീസ് നേരത്തെ നടത്തിയ അന്വേഷണങ്ങൾ ചെറുസംഘങ്ങളെ കേന്ദ്രീകരിച്ച മാത്രമായിരുന്നു. സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗവും ഇടപാടുകളും കണ്ടെത്തുന്നതിനായി ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ പോലീസും എക്സൈസും പരിശോധനകൾക്ക് തുടക്കമിട്ടെങ്കിലും പിന്നീട് കാര്യമായ നടപടികളൊന്നുമുണ്ടായില്ല. 2019 ലൊക്കേഷനുകളിൽ മിന്നൽ പരിശോധനകളും നടന്നിരുന്നു. എല്ലാ ഷൂട്ടിംഗ് സെറ്റുകളിലും ഷാഡോ പോലീസിനെ നിയോഗിക്കാൻ കെ സേതുരാമൻ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായിരിക്കെ തീരുമാനിച്ചെങ്കിലും ഒരു ലൊക്കേഷനിലും പിന്നീട് പോലീസ് സാന്നിധ്യമുണ്ടായിട്ടില്ല. ലഹരി സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയ ചിലരെ നിരീക്ഷണത്തിലാക്കിയെങ്കിലും ഉന്നത ഇടപെടലുകളെ തുടർന്ന് സിനിമാ മേഖലയിലെ ലഹരി ഇടപാടുകളിലെ അന്വേഷണങ്ങളെല്ലാം നിലച്ചു. കഴിഞ്ഞ വർഷം 4 ജൂനിയർ ആർട്ടിസ്റ്റുകളടക്കം 5 പേർ ലഹരി കേസുകളിൽ പിടിയിലായിരുന്നു. പിടിയിലായവരിൽ ലൊക്കേഷനുകളിലേക്ക് സിന്തറ്റിക് ലഹരി വസ്തുക്കൾ എത്തിക്കുന്നവരുമുണ്ടായിരുന്നു. ചില യുവതാരങ്ങളും മാരക ലഹരിക്ക് അടിമകളായിട്ടുണ്ടെന്ന് വ്യക്തമായിട്ടും ആർക്കെല്ലാമാണ് മയക്കുമരുന്നുകൾ കൈമാറിയത് എന്നതിലും ലഹരി എത്തുന്ന വഴികളും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. ബംഗളൂരുവിൽ നിന്നും ഡൽഹിയിൽ നിന്നുമാണ് മലയാള സിനിമാ ലൊക്കേഷനുകളിലേക്ക് ലഹരി എത്തുന്നതെന്നാണ് സൂചന. മലപ്പുറം SP ആയ S ശശിധരൻ കൊച്ചി DCP ആയിരിക്കെ സിനിമാ സെറ്റുകളിലെ ലഹരിക്കെതിരെ നടപടികൾ സ്വീകരിച്ചിരുന്നു. ലഹരി കള്ളപ്പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഒരു ലോബി തന്നെ സിനിമാ രംഗത്ത് കൊച്ചിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. മട്ടാഞ്ചേരി മാഫിയ എന്നറിയപ്പെടുന്ന ഈ ലോബിക്കെതിരെയും ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല പോലീസും എക്സൈസും. ജനം, കൊച്ചി.